ഇറ്റലിയിൽ വൈദികനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തി മാഫിയ സംഘം. ഫെബ്രുവരി 24 നടന്ന വിശുദ്ധ കുർബാനയ്ക്കിടയിലാണ് മാഫിയ സംഘം ആക്രമണം നടത്തിയത്. വിബോ വാലൻട്രിയ പ്രവിശ്യയിലെ ഇടവക വികാരി ഫാദർ ഫെലിസ് പലമേരയ്ക്ക് നേരെയാണ് മാഫിയ സംഘടനകളുടെ അതിക്രമം സംഭവിച്ചത്. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ കാസയിൽ നിന്ന് വിചിത്രമായ മണമുയർന്നതിനെ തുടർന്ന് വൈദികൻ താൽക്കാലികമായി വിശുദ്ധ കുർബാനയർപ്പണം നിർത്തിവെക്കുവാൻ നിർബന്ധിതനാവുകയായിരുന്നു. ക്രൈസ്തവർക്കെതിരായ കേന്ദ്ര സംസ്ഥാന നിലപാടുകൾക്കെതിരെ താക്കീതായി തൃശൂരിൽ സമുദായ ജാഗ്രതാ സമ്മേളനം. മതേതര ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളെയും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയും വിശ്വാസ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കെതിരെയും നിരന്തരം നടക്കുന്ന ആക്രമണങ്ങളെയും തൃശൂർ അതിരൂപത സംഘടിപ്പിച്ച ജാഗ്രതാ സമ്മേളനം ശക്തമായി അപലപിച്ചു. ഭരണഘടന ഉറപ്പു നൽകുന്ന സംരക്ഷണം ക്രൈസ്തവ സമൂഹങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഉറപ്പാക്കുന്നതിനും മണിപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുന്നതിനും കേന്ദ്ര സർക്കാർ അതിശക്തമായി ഇടപെടൽ നടത്തണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മാനസാന്തരത്തിനായി തങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് വെളിപ്പെടുത്തി യുക്രൈനിലെ വൈദികർ. മിഷണറി ഒബ്ലേറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അംഗമായ ഫാദർ അലക്സാണ്ടർ സെലസ്കിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഫെബ്രുവരി 24 യുക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശത്തിന്റെ 2 വർഷങ്ങൾ പൂർത്തിയായെന്നും യുദ്ധം തുടങ്ങി 2 വർഷങ്ങൾക്ക് ശേഷവും അത് അവസാനിക്കാനുള്ള ഒരു ലക്ഷണവും കാണാനില്ലെന്നും ഈ സാഹചര്യത്തിലാണ് യുക്രൈൻ വിശ്വാസികൾ ഇപ്രകാരം ഒരു പ്രാർത്ഥനയിലേക്ക് എത്തപ്പെട്ടതെന്ന് ഇദ്ദേഹം വെളിപ്പെടുത്തി. കോംകോയിലെ അക്രമങ്ങളിൽ ആശങ്ക അറിയിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ. കോംകോ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിന്റെ കിഴക്കൻ ഭാഗത്ത് അക്രമങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കയോടെയാണ് ഞാൻ നിരീക്ഷിക്കുന്നതെന്നും ഏറ്റുമുട്ടലുകൾ നിർത്താനും സമാധാനത്തിനും ആത്മാർത്ഥവും സൃഷ്ടിപരവുമായ സംവാദത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള മെത്രാന്മാരുടെ ക്ഷണത്തിൽ ഞാനും പങ്കുചേരുന്നുവെന്നും പാപ്പ ട്വിറ്റർ സന്ദേശത്തിൽ കുറിച്ചു. യേശുവിന്റെയും തിരുക്കുടുംബത്തിന്റെയും അടക്കമുള്ള 100ഓളം തിരുശേഷിപ്പുകൾ അമേരിക്കയിലെ ന്യൂജേഴ്സി സംസ്ഥാനത്ത് പ്രദർശനത്തിന് എത്തിച്ചു. മൗണ്ട് സ്ക്വയറിലെ അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ഒറേറ്ററി ഇടവക ദേവാലയത്തിൽ ഫെബ്രുവരി 24 പ്രദർശനം. വിശുദ്ധ കുരിശിന്റെ ഒരു ഭാഗം, മുൾക്കിരീടത്തിന്റെ ഭാഗം, തിരുക്കല്ലറയുടെ ഭാഗം, യേശുവിനെ ചേർത്ത് നിർത്തി ചവിട്ടിക്കൊണ്ട് അടിച്ച തൂണിന്റെ ഭാഗം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട തിരുശേഷിപ്പുകളിൽ ഉൾപ്പെടുന്നത്.